ഒരു 12 വയസ്സുകാരൻ സ്വന്തം മാതാപിതാക്കൾക്കെതിരെ കേസ് കൊടുക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? എന്നെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നതിന്. ഇതാണ് ലോകത്തെ ഞെട്ടിച്ച ലെബനീസ് ചിത്രം കപ്പർനാവും. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും ഹൃദയഭേദകമായ സിനിമകളിലൊന്നായിരിക്കും ഇത്. 2018 പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തത് നടീൻ ലബാക്കിയാണ്. നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും നിരൂപക പ്രശംസയും നേടിയ ഈ ചിത്രം യാഥാർത്ഥ്യത്തോട് വളരെ അടുത്തു നിൽക്കുന്ന കഥയാണ് പറയുന്നത്. പ്രധാന കഥാപാത്രമായ സെയിൻ എന്ന കുട്ടിയുടെ ജീവിത പോരാട്ടമാണ് സിനിമയുടെ ആത്മാവ്. ബെയ്റൂട്ടിലെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന 12 വയസ്സുകാരനാണ് സെയിൻ. ജനന സർട്ടിഫിക്കറ്റ് പോലുമില്ല. സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. കുടുംബത്തെ സഹായിക്കാൻ ചെറിയ ജോലികൾ ചെയ്യേണ്ടി വരുന്നു. സഹോദരിയോട് അവന് അതിയായ സ്നേഹമാണ്. പക്ഷേ അവളെ വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിപ്പിക്കാൻ മാതാപിതാക്കൾ തീരുമാനിക്കുന്നു. അത് സെയിന്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സെയിൻ പിന്നീട് മറ്റൊരു കുടിയേറ്റ വനിതയെയും അവളുടെ കുഞ്ഞിനെയും പരിചയപ്പെടുന്നു. തുടർന്ന് ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പോലും ഈ ചെറിയ കുട്ടിയുടെ ചുമലിലെത്തുന്നു. ഒരു കുഞ്ഞ് മറ്റൊരു കുഞ്ഞിനെ ജീവൻ പണയം വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ നമ്മൾ സിനിമ കാണുകയാണെന്ന് പോലും മറന്നുപോകും. ഇതിനിടയിൽ സംഭവിക്കുന്ന ചില ദുരന്തങ്ങളാണ് സെയിൻ ജയിലിലെത്താൻ കാരണമാകുന്നത്. അവിടെ നിന്നാണ് സിനിമയുടെ തുടക്കത്തിൽ കണ്ട കോടതി രംഗത്തിലേക്ക് കഥ എത്തുന്നത്. അവൻ മാതാപിതാക്കൾക്കെതിരെ കേസ് കൊടുക്കുന്നത് പണത്തിനല്ല, മറിച്ച് എന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നതിന്. എന്തുകൊണ്ട് ഈ സിനിമ നമ്മൾ കാണണം? ഈ സിനിമയിൽ അഭിനയിച്ച പലരും പ്രൊഫഷണൽ അഭിനേതാക്കളല്ല. അവർ യഥാർത്ഥ ജീവിതത്തിലും സമാന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരാണ്. അതുകൊണ്ടാണ് ഓരോ രംഗവും അത്രയും യഥാർത്ഥമായി തോന്നുന്നത്. സിനിമ കുട്ടികളുടെ ദാരിദ്ര്യം, ബാലവേല, ബാലവിവാഹം, കുടിയേറ്റ തൊഴിലാളികളുടെ ജീവിതം, മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം എന്നിവയെ ശക്തമായി ചർച്ച ചെയ്യുന്നു. എൻ്റെ അഭിപ്രായം, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയല്ല, മറിച്ച് മനുഷ്യജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ചില രംഗങ്ങൾ മനസ്സ് തകർക്കും, എന്നാൽ അവസാനം പ്രതീക്ഷയുടെ ചെറിയൊരു വെളിച്ചവും സിനിമ നൽകുന്നുണ്ട്. എൻ്റെ റേറ്റിംഗ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും കാണേണ്ട സിനിമകളിലൊന്നാണ് കപ്പർനാവും. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയൂ. ഇനിയും ഇത്തരത്തിലുള്ള മികച്ച ലോക സിനിമകളുടെ റിവ്യൂകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.